സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. എനസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വെബിനാറിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സ് അല്ലെ, കുറെ അധികം ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മെക്കാനിക്കൽ ബിടെക് അല്ലെങ്കിൽ IT വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ ഉണ്ട്, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് ഉണ്ട്. അപ്പൊ രണ്ട് ട്രേഡുകളിലേക്കുള്ള ആ ഒരു തസ്തിക എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ഒരു സിലബസ് എങ്ങനെയാണ് വരുന്നുണ്ടാവുക, എക്സാമിന്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാകാം, അല്ലെങ്കിൽ അത്തരത്തില് പ്രീവിയസ് ഇയർ എക്സാമിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ്, നമുക്ക് ആ ഒരു എക്സാമിന്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ആ രണ്ട് എക്സാമും ഒരുമിച്ച് എങ്ങനെ നമുക്ക് ക്ലബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇന്നത്തെ ഒരു വെബിനാറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മളുടെ ഒരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ദെൻ അതിനുശേഷം നമ്മൾ സിലബസ് നമ്മൾ രണ്ട് അതായത് നമ്മുടെ ടർണറിന്റെയും അതുപോലെ തന്നെ മെഷീനിസ്റ്റിന്റെയും സിലബസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. സോ അതിനുശേഷം നമുക്ക് എങ്ങനെ ആ ഒരു പർട്ടിക്കുലർ എക്സാമിന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഫറൻസ് ബുക്സ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ മുന്നിൽ നിരവധി ഓപ്ഷൻസ് ഇപ്പൊ നിലവിൽ ഒപ്പം ഉണ്ടല്ലേ. ഇപ്പൊ ഈ ഒരു 2024 എന്ന് പറയുന്നത് കുറേയധികം എക്സാംസ് നമുക്ക് മെക്കാനിക്കലിനെ സംബന്ധിച്ചോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറേയധികം എക്സാംസ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാംസുകളാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സ്, അല്ലെങ്കിൽ ഫിറ്റർ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഫിറ്റർ ഗ്രേഡ് 2 വന്നിട്ടുണ്ട്. നിലവിൽ ട്രേഡ്സ്മാൻ ഫിറ്റർ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഫിറ്റർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിരവധി എക്സാംസിന് കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. സോ അതുപോലെ തന്നെ ഈ ടർണർ ആയിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, അത് തരത്തിലുള്ള ട്രേഡ്സ്മാൻ ലെവലിലുള്ള എക്സാമും അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലുള്ള എക്സാമും നമുക്ക് ഈ ഒരു അടുത്ത സമയത്ത് തന്നെ നമുക്ക് എക്സാംസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക്, ഈ ഒരു ഇയറിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാംസ് മുന്നിൽ വരുന്നു എന്നുള്ളത് വളരെയധികം ആശ്വാസകരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രേഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടർണർ എന്ന് പറയുന്ന ഒരു ട്രേഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സിലബസ് എങ്ങനെയാണ്, നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ടോപ്പിക്സുകൾ, എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ്, രണ്ടല്ല അതിൽ കൂടുതൽ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഇതൊക്കെ ഈ പറയുന്ന ഫിറ്റർ ആയിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ടർണർ ആയിക്കോട്ടെ, ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുകളാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഇതെല്ലാം മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വരുന്നുണ്ടാവുക. അപ്പോൾ എനർജി സബ്ജക്ട്സുകളിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ തെർമൽ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ അങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ് ഒഴിവാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മളുടെ ഒരു പ്രൊഫൈലിലേക്ക് വരുമ്പോൾ, ജോബ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ്, അല്ലെങ്കിൽ ഒരു ജോബ് ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അതായത് പറഞ്ഞാൽ എന്താണ്, അത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ടീച്ചിങ് പോസ്റ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ അവിടെ സ്റ്റുഡൻസ് അല്ല, നമ്മുടെ IT-യിലേക്ക് വരുമ്പോൾ നമുക്ക് അവരെ നമ്മൾ ട്രെയിനേഴ്സ് എന്നാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ജോബിന്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്, ജോബ് എന്ന് പറയുന്നത് ബേസിക്കലി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ അത്തരത്തിലുള്ള ടീച്ചിങ് പോസ്റ്റുകൾ താല്പര്യമുള്ള കുറേയധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു സുവർണ അവസരം തന്നെയാണ് ഇത്തരത്തിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിലുള്ള IT-കളിലൊക്കെ അണ്ടറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാ IT-കളും അണ്ടറിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇത്തരത്തില് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സോ അവിടുത്തെ പോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അതിന്റെ സാലറി സ്കെയിൽ ഓഫ് പേ പറയുന്നത് 37,400 മുതൽ 79,000 ആണ് ആ ഒരു സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ കേരള PSCയുടെ സൈറ്റിൽ ആക്റ്റീവ് ആണ്. അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2024 ഈ മാസം ജനുവരി മാസം 31 ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താമസിക്കരുത്, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് ഈ ഒരു
സ്ലൈഡിലായിരുന്നു അല്ലെ. ലാസ്റ്റ് ഡേറ്റ് 31/1/2024 അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ ഫൈൻ. സോ പ്രീവിയസ് ഇയർ എക്സാം ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ വന്നത്. 2017 ജൂനിയർ ഇൻസ്ട്രക്ടർ ടെർണർ ലാസ്റ്റ് വിളിച്ചത് 2017 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. റാങ്ക് ലിസ്റ്റ് വിത്ത് എഫക്ട് ഫ്രം 2021 അതായത് 3-ാം മാസം അല്ലെ, മാർച്ച് 30 ആ ഒരു വിത്ത് എഫക്ട് വന്നത്. അപ്പൊ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അന്ന് നിലവിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 47 പേരുടെ ഒരു ലിസ്റ്റാണ്, മെയിൻ ലിസ്റ്റാണ് അന്ന് ഇട്ടത്. കട്ട് ഓഫ് മാർക്ക് 56.67 എന്നുള്ള ഒരു കട്ട് ഓഫ് മാർക്കായിരുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് നിലവിൽ ഇതുവരെ പോയിട്ടുള്ളത് 24 എന്നുള്ളത് കൂടി നോക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പർട്ടിക്കുലർ പോസ്റ്റിനകത്ത് 24 എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ, അതായത് നമ്മൾ മൊത്തത്തിൽ കുറേ അധികം ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡുകളിലേക്ക് ഒരുമിച്ചാണ് ആ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളോടൊപ്പം ഉള്ള മറ്റു ഉദ്യോഗാർത്ഥികൾ എന്താണ് ഇത്തരത്തിൽ ഒരുമിച്ചായിരിക്കും അത് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവരൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ എല്ലാവരും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ജോലി ഒരു സമയത്ത് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ എങ്ങനെ പോയാലും അവർ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് മാറി മാറി പോകും എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പർട്ടിക്കുലർ എക്സാംസ്, ഈ ഒരു മിക്ക എക്സാംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടറിനകത്ത് തന്നെ പല ട്രേഡുകളിൽ ലിസ്റ്റിൽ വന്നാൽ തന്നെ നമുക്ക് എന്താണ് ഒരു പ്രതീക്ഷ അതിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാര്യം അത് ഒരേ ആൾക്കാർ തന്നെ ആവും മിക്ക ലിസ്റ്റുകളിലും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ കുറച്ച് താഴേക്ക് പോയെന്ന് കരുതി അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ എന്താണ് ഒരേ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റിനകത്ത് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ മറ്റ് ട്രേഡുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യമുള്ള ട്രേഡുകളിലേക്ക് മാറുന്നുണ്ടാകും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിൽ കുറച്ച് പിന്നിലായാലും നമുക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മളുടെ ആ ഒരു ടെർണർ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കറിയാം, ടെർണർ എന്ന് പറയുന്ന ട്രേഡ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് എന്തായിരിക്കും, ആ ഒരു ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ അല്ലെ, ടേണിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു ലെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള CNC അല്ലെ, ഇത്തരത്തിൽ CNC അല്ലെങ്കിൽ CNC മെഷീൻസ് അല്ലെങ്കിൽ CNC ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റീസെന്റ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടെർണറിന്റെ സിലബസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 10 മൊഡ്യൂളുകളായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കേരള PSCയുടെ സിലബസ് തന്നെയാണ്. അപ്പം 10 മൊഡ്യൂളുകളായിട്ടാണ് അവർ അത് ഡിവൈഡ് ചെയ്തിരുന്നത്. അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെറിയ രീതിയിൽ വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെറും 5 മാർക്കാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഒന്നാമത്തെ മൊഡ്യൂള് മാർക്ക് 5 മാർക്കേ അവർ കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന എന്താണ് മെഷർമെന്റ് അല്ലെങ്കിൽ അതായത് ഇത്തരത്തിലുള്ള ലീനിയർ മെഷർമെന്റ്സും കുറച്ച് കട്ടിംഗ് ടൂൾസുകളുമാണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ മെഷർമെന്റ്, അതുപോലെ തന്നെ ലൈൻ സ്റ്റാൻഡേർഡ്സ്, എൻഡ് സ്റ്റാൻഡേർഡ്സ്, സ്റ്റീൽ റൂളുകൾ അല്ലെ, മെഷർമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റീൽ റൂളുകൾ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ അത് കഴിഞ്ഞു. അതിനുശേഷം ഹാമേഴ്സ്, ചിസൽസ് എന്ന് പറഞ്ഞ കട്ടിംഗ് അല്ലെങ്കിൽ ടൂൾസുകളാണ് ചിസൽസ് അല്ലെങ്കിൽ ഹാമേഴ്സ് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ മെറ്റീരിയൽ ടൈപ്പ്, അതുപോലെ തന്നെ ചിസൽസിന്റെ ആംഗിൾസ്, ആ ചിസൽ സെലക്ട് ചെയ്യുന്ന മെറ്റൽസ് എങ്ങനെയാണ്, ദെൻ അതിന്റെ ഫയൽസ്, നെക്സ്റ്റ് കട്ടിംഗ് ടൂളാണ് ഫയൽസ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, യൂസസ്, ഗ്രേഡ്, അതുപോലെ തന്നെ ഹാക്സോ മറ്റൊരു ടൂളാണ് കട്ടിംഗ് ടൂള്. ഓക്കെ, ട്രൈ സ്ക്വയർ, അങ്ങനെയുള്ള കട്ടിംഗ് ടൂളുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മള് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, ടൈപ്സ് ഓഫ് വൈസസ് ഇവിടെ കാണാൻ സാധിക്കും, കാലിപ്പേഴ്സ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബേസിക് വർക്ക്ഷോപ്പ് ടൂൾസുകളെ എല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് അവരൊരു മൊഡ്യൂൾ അവരാക്കി. സോ അത് 5 മാർക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഈ പറഞ്ഞ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മിക്ക ട്രേഡുകളിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നിൽ കൂടുതൽ ട്രേഡുകൾ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് എന്താണ് ഒന്നാമത്തെ മൊഡ്യൂൾ ഏകദേശം ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ടെർണർ ട്രേഡ് ആയിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ഫിറ്റർ ആയിക്കോട്ടെ, അതിനകത്തൊക്കെ നമുക്ക് ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോഴും അത് 5 മാർക്കായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഷീൻസ്, അതായത് ഡ്രില്ലിംഗ് മെഷീൻസ്. ഡ്രില്ലിംഗ് മെഷീൻസ്, അതിന്റെ ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻസിന്റെ പല പാർട്സുകൾ, ദെൻ പഞ്ചസ്, ടൈപ്സ് ഓഫ് പഞ്ചസ്, ദെൻ നോമൻക്ലേച്ചർ ഓഫ് ഡ്രിൽ അല്ലെ, നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ നോമൻക്ലേച്ചർ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ ഡ്രില്ലിംഗ് കഴിഞ്ഞു. ഇനി അതിനുശേഷം വരുന്നത് ടാപ്പിംഗ് ആണ് അല്ലെ, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടാപ്പിംഗ്, ടൈപ്സ് ഓഫ് ടാപ്പ് ഏതൊക്കെയാണ്, എക്സ്റ്റേണൽ കട്ട് ചെയ്യാനുള്ള ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്തൊക്കെ കെയർ ആണ് നമ്മൾ ടാപ്പിംഗ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ദെൻ ടാപ്പ് എക്സ്ട്രാക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതൊക്കെ ഈ ടാപ്പിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്റേണൽ ത്രെഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ത്രെഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹാൻഡ് ത്രെഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ അതിനുശേഷം ഇത്തരത്തിലുള്ള സ്റ്റഡ്സ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്,
അതുപോലെ തന്നെ ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻസ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് 5 മാർക്കിന് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഓരോന്നും ഓരോ ചോദ്യം വന്നാൽ തന്നെ നമുക്ക് 5 മാർക്ക് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അത് വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പൊ 5 മാർക്കിനേ ഉള്ളൂ. അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രില്ല്, ടൈപ്പ് ഓഫ് ഡ്രില്ല്, ദെൻ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റുള്ള ടാപ്പ്, അതിന്റെ ടൈപ്സ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡൈ അല്ലെങ്കിൽ ഡൈ സ്റ്റോക്ക്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ആ രണ്ടാമത്തെ മൊഡ്യൂളിനകത്തും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇതും നമ്മൾ കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ഫിറ്റർ ആയിക്കോട്ടെ, ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഇത്തരത്തിൽ എന്താണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഇത്തരത്തിലുള്ള ഡ്രില്ലിംഗ് മെഷീനും ഡ്രില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് അവിടെ കോമൺ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മൊഡ്യൂൾ 1ഉം 2ഉം ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലെ. മൊഡ്യൂൾ 3ലേക്ക് വരികയാണെങ്കിൽ 10 മാർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാം. 10 മാർക്കാണ്. അപ്പൊ ഇവിടെ നമുക്ക് 10 മാർക്ക് വന്ന സ്ഥിതിക്ക് എന്താണ് കുറച്ചുകൂടെ അത് നമ്മളുടെ ഒരു ട്രേഡിന്റെ കോറിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് അവരെത്തി. ഓക്കെ, അപ്പൊ ലെയ്ത്ത്, അതിന്റെ മെയിൻ കമ്പോണൻസ്, ലിവർ പൊസിഷൻസ്, ലൂബ്രിക്കേഷൻ പോയിന്റുകൾ, ഓക്കെ, മെഷീനകത്തുള്ള പോയിന്റുകൾ എവിടെയൊക്കെയാണ്, ദെൻ ഡെഫിനിഷൻ ഓഫ് മെഷീൻ ആൻഡ് മെഷീൻ ടൂൾസ്, അതിന്റെ ഹിസ്റ്ററി പോർഷൻ ആണ് തുടക്കത്തിൽ അവർ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ലെയ്ത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് പാർട്ട് ഓഫ് ലെയ്ത്ത്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, സാഡിൽ, കോമ്പൗണ്ട് റെസ്റ്റ്, കാരേജ്, ലെയ്ത്ത് ഡ്രൈവ്, ഇത്തരത്തിലുള്ള ഗിയർ ഡ്രൈവ് അല്ലെങ്കിൽ ബെൽറ്റ് ഡ്രൈവ്, പുള്ളി ഡ്രൈവ്, അങ്ങനെയുള്ള ഡ്രൈവുകൾ ഏതൊക്കെയാണ്. സോ അതുപോലെ തന്നെ ബാക്ക് ഗിയർ അറേഞ്ച്മെന്റ്, ടംബ്ലർ ഗിയർ അറേഞ്ച്മെന്റ്, ലെയ്ത്ത് കട്ടിംഗ് ടൂൾസുകൾ, ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ്, ഷേപ്സ്, സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് ടൂൾസ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 കഴിഞ്ഞിട്ടില്ല. മൊഡ്യൂൾ 3യുടെ കുറച്ച് പോർഷൻ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ബേസിക്കലി നമുക്ക് പറയാം, അത് ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർ ആ ഒരു മൊഡ്യൂളിൽ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മൊഡ്യൂൾ 3 തീർന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ, അപ്പം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് നമ്മൾ സാധാരണ ലെയ്ത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ, അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, ദെൻ കാർബൈഡ് ടൂൾസ്, അതിന്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ തന്നെ മറ്റ് സ്പെസിഫിക്കേഷൻ, ലെയ്ത്ത് കട്ടിംഗ് ടൂൾസിന്റെ സ്പെസിഫിക്കേഷൻ, ടൈപ്സ്, ഷേപ്പ്, അതുപോലെ തന്നെ ഗുഡ് കട്ടിംഗ് ടൂൾസ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ടൂൾ മെറ്റീരിയൽസ്. അപ്പൊ ഇവിടെയൊക്കെ മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ അതിന്റെ ആക്സസറീസിലേക്ക്, ലെയ്ത്ത് ആക്സസറീസിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ചക്ക്, അതുപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, അതുമായി ബന്ധപ്പെട്ട് 3ജോ ചക്ക്, 4ജോ ചക്ക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതിന്റെ ടൈപ്സും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെയ്ത്തും അതിന്റെ ആക്സസറീസും മെയിൻ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ലെയ്ത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെർണറെ സംബന്ധിച്ചോളം. അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ നമുക്ക് പറയാം ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ മൊഡ്യൂൾ കുറച്ച് കൂടുതൽ മാർക്ക് അവർ പറയുന്നുണ്ട്, 10 മാർക്ക് പറയുന്നുണ്ട്. നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ, നാലാമത്തെ മൊഡ്യൂളിൽ അവരെന്താണ് 10 മാർക്കിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുമായി, പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മെഷർമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവിടെയൊക്കെ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വെർനിയർ കാലിപ്പേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ഗ്രാജുവേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെർനിയർ കാലിപ്പറുമായി ബന്ധപ്പെട്ട്. ദെൻ ഡിജിറ്റൽ വെർനിയർ കാലിപ്പേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കാലിപ്പേഴ്സ്, വെർനിയർ കാലിപ്പേഴ്സ് അവിടെ നമ്മൾ പഠിച്ചു. ദെൻ മൈക്രോമീറ്റേഴ്സ്, ഓക്കെ, മറ്റൊരു പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോമീറ്റേഴ്സ്. ദെൻ അതിന്റെ പാർട്സ്, പ്രിൻസിപ്പിൾ, ഡിജിറ്റൽ മൈക്രോമീറ്റർ. അപ്പം വെർനിയർ കാലിപ്പറും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ മൈക്രോമീറ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ അവിടെ വരുന്ന ഇപ്പം നമ്മളത് മെഷർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എറർ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, അപ്പം ഇത്തരത്തിൽ എറർ ഇൻ മൈക്രോമീറ്റർ, അതുപോലെ തന്നെ ഡിജിറ്റൽ മൈക്രോമീറ്റേഴ്സ് എങ്ങനെയാണ് റീഡിങ് ഉണ്ടാവുക, അതിന്റെ ലിസ്റ്റ് കൊണ്ട് എത്രയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ മൈക്രോമീറ്റർ തന്നെ, ഇൻസൈഡ് മൈക്രോമീറ്റർ, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, അത്തരത്തിലുള്ള എന്താണ് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊഡ്യൂളാണ്. മാർക്ക് 10 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്, മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കോമൺ ഹാൻഡ് ടൂൾസും അങ്ങനെയുള്ള 5 മാർക്ക് വെച്ചിട്ട് സ്പ്ലിറ്റ് കൊടുത്തുവെങ്കിൽ തന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ ലെയ്ത്ത് അവർ കൊടുത്തു. നാലാമത്തെ മൊഡ്യൂൾ വന്നപ്പം പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ കോമൺ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഈ പറഞ്ഞ കാലിപ്പേഴ്സ് ആയിക്കോട്ടെ, മൈക്രോമീറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ വെർനിയർ കാലിപ്പേഴ്സ്, അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റ് ട്രേഡുകളിലായാലും. ഓക്കെ, അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അതും 10 മാർക്ക് തന്നെയാണ്. 10 മാർക്ക് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പാരാമീറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
എങ്ങനെ കാൽക്കുലേഷൻ ഈ പറയുന്ന കട്ടിംഗ് സ്പീഡ് ഫീഡൊക്കെ നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ നമ്മൾ പഠിക്കണമായിട്ടുണ്ട്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ബേസിക് ഇക്വേഷനൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഇവിടെയും വീണ്ടും അങ്ങനെ വന്നു മൈക്രോമീറ്റേഴ്സിന്റെ ടൈപ്സ് ഡിഫറെന്റ്. ഇപ്പം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് മൈക്രോമീറ്റേഴ്സിന്റെ ഔട്ട്സൈഡ് ഇൻസൈഡ്, അതുപോലെ തന്നെ എറർ, ദെൻ 3 പോയിന്റ് ഇന്റേണൽ മൈക്രോമീറ്റേഴ്സ്, ദെൻ ഡ്രില്ല് വീണ്ടും ഇവിടെ വന്നു, ഡ്രിൽസ് വന്നു, ഡിഫറെന്റ് പാർട്സ്, ടൈപ്സ്, സൈസ്, ഡ്രിൽ കട്ടിംഗ് ആംഗിൾസ്, കട്ടിംഗ് സ്പീഡ്, ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോർഷൻ ആണ് ഇവിടെ വന്നത്. ദെൻ കട്ടിംഗ് സ്പീഡ്, അതുപോലെ തന്നെ ഡ്രില്ലിങ്ങിന്റെ RPM കണ്ടുപിടിക്കാം, ഫീഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്ന ബോറിംഗ് ടൂൾസുകൾ അല്ലെ. ബോറിംഗ് ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മുടെ ആ ഒരു ഡ്രിൽ ചെയ്തിട്ടുള്ള ഹോളിന്റെ വലിപ്പം കൂട്ടുക അല്ലെ, എൻലാർജ് ചെയ്യുക, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ബോറിംഗ് ടൂൾസുകൾ. ദെൻ അതിന്റെ ഓപ്പറേഷൻ കൗണ്ടർ സിങ്കിങ്, അതുപോലെ തന്നെ കൗണ്ടർ ബോറിംഗ്, സ്പോട്ട് ഫേസിങ്. സോ അത്തരത്തിൽ ആ ഒരു ബോറിംഗ് പോർഷൻ വരുന്നുണ്ട്. ദെൻ റീമേഴ്സ് അല്ലെ, നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്തിട്ടുള്ള ഹോളിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീമർ ടൂളുകൾ, അതിന്റെ ടൈപ്സ് നമുക്ക് മനസ്സിലാക്കണം. അത് തന്നെ ഹാൻഡ് റീമർ ഉണ്ട്, മെഷീൻ റീമേഴ്സ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് ഡ്രിൽ സൈസ് ഫോർ റീമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രിൽ സൈസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മോഡ്യൂൾ 5 മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്തരത്തിൽ നോക്കുമ്പോൾ കോമൺ ആയിട്ട് അവർ കുറച്ച് ഔട്ട്സൈഡ് മൈക്രോമീറ്ററും ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ തൊട്ട് മുന്നേ കണ്ട മൊഡ്യൂളിൽ അത് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൈക്രോമീറ്റർ, ഇൻസൈഡ് മൈക്രോമീറ്റർ, അതുപോലെ തന്നെ മൈക്രോമീറ്ററിന്റെ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ ഈ 5ാമത്തെ മൊഡ്യൂളിനകത്ത് തന്നെ കാര്യം കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഡ്രില്ല്, കുറച്ച് ഡ്രില്ലിംഗ് മെഷീൻ ആണ് നമ്മൾ തൊട്ട് മുന്നേ മൊഡ്യൂളിൽ കണ്ടത്. അപ്പോൾ അവിടെയും ഇത്തരത്തിലും ഡ്രില്ല്, അതിന്റെ പാർട്സ്, സൈസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിൽ ഡ്രില്ല് നമ്മൾ 5ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഒന്നുകൂടെ വായിച്ചു വിടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നിന്നും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡ്രിൽ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നേരത്തെ 5ഉം ഇപ്പൊ ഇവിടെ 10 മാർക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വെയിറ്റേജ് അവിടെ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന മെഷീനും അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റും അല്ലെങ്കിൽ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വെയിറ്റേജ് കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 5ാമത്തെ മൊഡ്യൂളിലും ഡ്രില്ലുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ ഡ്രിൽ എന്ന് പറയുന്ന ടോപ്പിക് വെയിറ്റേജ് കൂടുതലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. 10 മാർക്കാണ് ഈ 5ാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വെയിറ്റേജ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. മൊഡ്യൂൾ 6 വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, 5 മാർക്കേ അതിന് കൊടുത്തിട്ടുള്ളൂ. സോ അതിനകത്ത് മെയിനായിട്ട് ലൂബ്രിക്കൻസും കൂളന്റും ഒക്കെയാണ്. അപ്പം ടൈപ്സ് ഓഫ് ലൂബ്രിക്കന്റ്, കൂളന്റ്, കട്ടിംഗ് ഫ്ലൂയിഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ നെസസിറ്റി എന്താണ്, അതിന്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ കൂളന്റ് സെലക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഹാൻഡിങ്, കെയറിങ് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്, മെത്തേഡ്സ് ഫോർ അപ്ലൈയിങ് ദ കൂലന്റ് അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എങ്ങനെയാണ്, നേർലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഡയമണ്ട് ഷേപ്പ് നമ്മൾ എന്താണ് ഇത്തരത്തിൽ നമ്മൾ ആ ഒരു സർഫസിലേക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നേർലിംഗ് എന്ന പ്രോസസ്സ്, ദെൻ അതിന്റെ മീനിങ്, നെസസിറ്റി, ടൈപ്സ്, ഗ്രേഡ്സ്, കട്ടിംഗ് സ്പീഡ് ഫോർ നേർലിംഗ്. അപ്പൊ അത്തരത്തില് നേർലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഡെപ്തിൽ, സാധാരണഗതിയിൽ നമ്മൾ അത്ര കട്ടിംഗ് സ്പീഡ് ഫോർ നേർലിംഗ് നമ്മൾ കണ്ടുപിടിക്കാറില്ല അല്ലെ. അപ്പൊ അത്തരത്തിൽ കുറച്ചുകൂടി ഡെപ്തിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നേർലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ലെയ്ത്ത് മാൻഡ്രിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഹോളോ വർക്ക് പീസുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് മാൻഡ്രിൽസ് എന്ന് പറയുന്നത്. ആ ലെയ്ത്ത് മാൻഡ്രിൽസ് എന്തൊക്കെയാണ്, അതിന്റെ ടൈപ്പുകൾ എന്തൊക്കെയാണ്, ദെൻ അതിന്റെ യൂസസ്, ഓരോന്നിന്റെയും ഓരോ ടൈപ്പിന്റെ യൂസസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അത്രയും പോർഷനേ ഉള്ളൂ 6ാമത്തെ മൊഡ്യൂൾ, വളരെ ചെറിയ മൊഡ്യൂളാണ്. അപ്പോൾ അത് 5 മാർക്കിനാണ് അവർ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ നോക്കിയാൽ മെട്രോളജി അല്ലെങ്കിൽ നമുക്ക് സാധാരണ പഠിക്കാറുള്ള എന്താണ് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തുടക്കത്തിൽ അല്ലെ. ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് ആണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്. കോൺസെപ്റ്റ് ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി, ലിമിറ്റ് ആൻഡ് ഫിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹോൾ ബേസിസ് സിസ്റ്റം ഉണ്ട്, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം ഉണ്ട്. ദെൻ അതുപോലെ ടോളറൻസ് നമുക്ക് എങ്ങനെയാണ് ഡ്രോയിങ്ങിൽ റെപ്രസെന്റേഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്കലി തുടക്കത്തിൽ അവർ കൊടുത്തു. ദെൻ അതിനുശേഷം വീണ്ടും നമുക്ക് എന്താണ് നമ്മുടെ ആക്സസറീസിലേക്ക് വന്നു അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ഡ്രൈവിംഗ് പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ്, അതുപോലെ തന്നെ ട്രാവലിംഗ് സ്റ്റഡീസ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ കാലിപ്പേഴ്സ്, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, ലെയ്ത്ത് സെന്റേഴ്സ്, അതിന്റെ ടൈപ്പുകൾ, ഇപ്പൊ ബോൾ സെന്റർ, ഡെഡ് സെന്റർ, റിവോൾവിംഗ് സെന്റർ, അങ്ങനെയുള്ള ലെയ്ത്ത് സെന്റേഴ്സ്, അതിന്റെ ടൈപ്സ്. ദെൻ ലെയ്ത്ത് കാരിയേഴ്സ് അല്ലെ, ഇത്തരത്തിൽ കാരിയേഴ്സ് ഉണ്ടാവും. ദെൻ അതിന്റെ ഫംഗ്ഷൻ, ലെയ്ത്ത് കാരിയർ, അതിന്റെ യൂസ്. ദെൻ മാഗ്നറ്റിക് സ്റ്റാൻഡ് ഡയൽ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ അതിന്റെ യൂസ്, അതിന്റെ കെയർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ദെൻ ടൂൾ പോസ്റ്റുകൾ അല്ലെ, ടൂൾ ഹോൾഡ് ചെയ്യാനുള്ള ടൂൾ പോസ്റ്റുകൾ ടൈപ്സ്, ഇപ്പൊ ഫോർവേഡ് ടൂൾ പോസ്റ്റ്, സിംഗിൾ ടൂൾ പോസ്റ്റ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള ടൂൾ പോസ്റ്റ്. ദെൻ അതിന്റെ ടൂൾ സെറ്റിംഗ്സ് ആണ് ആ ഒരു 7ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെട്രോളജിയും കുറച്ച്, അതിനുശേഷം ഇത്തരത്തിൽ വർക്ക് ഹോൾഡിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലെയ്ത്തിന്റെ പാർട്സുമായിട്ടൊക്കെയാണ് അവർ ആ ഒരു മൊഡ്യൂൾ അവർ കൊടുത്തിട്ടുള്ളത്. സോ മൊഡ്യൂൾ 7 എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. മൊഡ്യൂൾ 8 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ടേർണറുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 8 വരികയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 8 15 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 15 മാർക്കാണ്. തൊട്ട് മുന്നേ വരെ 10 മാർക്കാണ് നമ്മൾ കണ്ടത്. എന്നാൽ 8, 9 എന്ന് പറയുന്നത്
15 മാർക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വളരെ ചെറിയ മൊഡ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ 15 മാർക്കോളം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടേപ്പർ, നമുക്കറിയാം ടേപ്പർ അല്ലെ, ടേപ്പർ പലതരത്തിലുള്ള ടേപ്പർ ഉണ്ട്. ഇപ്പൊ മോസ് ടേപ്പർ ഉണ്ട്, ജെർനോ ടേപ്പർ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടേപ്പർ, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിംഗ് ടേപ്പർ, അതുപോലെ തന്നെ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ് ഏതൊക്കെയാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് ടേപ്പർ ടേണിംഗ്, നമ്മൾ ലെയ്ത്തിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് ഏതൊക്കെ മെത്തേഡ്സുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് ഓഫ് ടേപ്പർ, ടേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ്, ദെൻ ടേപ്പർ ടേണിംഗ് ബൈ സ്വീലിംഗ് ദ കോമ്പൗണ്ട് സ്ലൈഡ് ഇറ്റ്സ് കാൽക്കുലേഷൻ, ഇത്തരത്തിൽ കോമ്പൗണ്ട് സ്വീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് ടെയിൽ സ്റ്റോക്ക് മെത്തേഡ് ഉണ്ടാവും. പലതരത്തിലുള്ള മെത്തേഡ്സ് നമുക്കറിയാം ഇത്തരത്തിൽ ടേപ്പർ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട്, അതിന്റെ കാൽക്കുലേഷൻസും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു മൊഡ്യൂൾ വളരെ ചെറിയ മൊഡ്യൂളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചാൽ 15 മാർക്ക് ആസ് പെർ ദ സിലബസ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ 8ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞാൽ നമുക്ക് 9ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, ഇവിടെ ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പോർഷൻ വരുന്നുണ്ട്. ഇപ്പം ഗിയർ ട്രെയിൻ എന്ന് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു നമുക്ക് പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ്നേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 9 എന്ന് പറയുന്നത്. 15 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രൂസ് അല്ലെ, അതുപോലെ തന്നെ സ്ക്രൂ ത്രെഡ് അല്ലെ, ഇത്തരത്തിൽ ഫാസ്റ്റ്നറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ത്രെഡുകൾ പഠിക്കാറുണ്ട് അല്ലെ, പലതരത്തിലുള്ള ത്രെഡുകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം, അതിന്റെ ഫോംസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ത്രെഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അത് കോമൺ ആയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഈച്ച് ടൈപ്പ് ത്രെഡ്, ഓരോ ത്രെഡിന്റെയും ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും പോർഷൻ നമുക്ക് ത്രെഡ് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ത്രെഡഡ് ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്ക് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുശേഷം വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തില് കാൽക്കുലേഷൻ ആണ്. ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ ഓരോ ഗിയർ, ഫോർ എക്സാമ്പിൾ അതിന്റെ ഡ്രൈവ്, ഈ പറഞ്ഞ രീതിയിൽ ചെയിൻ ഡ്രൈവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗിയർ ഫോർമുല കാൽക്കുലേഷൻസ് വരുന്നുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഫോമിംഗ് ത്രെഡ്, ഈ പറഞ്ഞ ത്രെഡ് ഫോമിംഗ് മെത്തേഡുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മുടെ ആ ഒരു ത്രെഡുമായി ബന്ധപ്പെട്ട അതിന്റെ കോർഡയ കാൽക്കുലേഷന്, ദെൻ ഗിയർ ട്രെയിൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് തന്നെ സിമ്പിൾ ഗിയർ ട്രെയിൻ മാത്രമേ അവർ പറയുന്നുള്ളൂ. ദെൻ അതിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ മൊഡ്യൂൾ 9 എന്ന് പറയുന്നത്. മാർക്ക് 15 മാർക്കാണ് ആ ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ, ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു കോർ മൊഡ്യൂൾ തന്നെയാണ്. ദാറ്റ് ഈസ് CNC ആണ് ബേസിക്കലി അവർ പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു മൊഡ്യൂളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 15 മാർക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് 3 മൊഡ്യൂളും 15 മാർക്ക് വെച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ 45 മാർക്ക് തന്നെ ലാസ്റ്റ് 3 മൊഡ്യൂൾ പഠിച്ചാൽ 45 മാർക്കോളം നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് CNC ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. CNCയുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും, ഏകദേശം അതിന്റെ ടൂൾ ജോമെട്രി എങ്ങനെയാണ്, അതിന്റെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടേണിങ്ങുമായി ബന്ധപ്പെട്ട CNC ടേണിംഗ് മാത്രമാണ്. ഇവിടെ മില്ലിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത്തരത്തിൽ CNC ടേണിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ വർക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടാവും, അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിന്റെ ടൂൾ വെയർ എങ്ങനെയാണ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ് ഡെപ്ത് ഒക്കെ എങ്ങനെയാണ്, നമ്മൾ അതിന്റെ കട്ടിംഗ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് പ്രിപ്പറേഷൻ, പാർട്ട് പ്രോഗ്രാമിംഗിന്റെ ഒരു പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്. അപ്പം G കോഡ്, M കോഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഒരു നോമൻക്ലേച്ചർ, ഈ പറഞ്ഞ ടേണിംഗ് ടൂളിന്റെ ആ ഒരു ടൂൾ ഹോൾഡറിന്റെ നോമൻക്ലേച്ചർ, ബോറിംഗ് ടൂൾ ഹോൾഡർ, അതുപോലെ തന്നെ ടൂൾ ഹോൾഡേഴ്സ് ആൻഡ് ഇൻസേർട്ട് ഫോർ റേഡിയൽ ഗ്രൂവിംഗ്, അതുപോലെ തന്നെ ഫേസ് ഗ്രൂവിംഗ്, അതിന്റെ പ്രോഗ്രാം ആൻഡ് സിമുലേഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാൻ കൂടുതലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒരു IT ലെവൽ എക്സാമ്പിൾക്ക് ചോദിക്കാൻ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളിത് സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അല്ലാതുള്ള ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ വൈഡായി കാണുന്നുണ്ടാവും. അപ്പം അത് എന്താ അറിയുന്ന ലെവലിലേക്ക് നമുക്ക് പോകണ്ട. അപ്പൊ നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, എങ്ങനെ നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആക്കി പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു CNC പ്രോഗ്രാം ഒന്നും എഴുതാൻ ചോദിക്കില്ല. പക്ഷെ നമുക്ക് വേണ്ടുന്ന ആ ഒരു കാര്യങ്ങൾ, ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. അതുപോലെ തന്നെ അത്തരത്തിൽ പാർട്ട് പ്രോഗ്രാമിനകത്ത് മെയിൻ ആയിട്ടുള്ള കോഡുകളൊക്കെ നമുക്ക് അന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇത്തരത്തിൽ ഈ ഒരു മൊഡ്യൂൾ 10ാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ഒരു 10 മൊഡ്യൂളുകളാണ് നമ്മുടെ ടർണറുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വെച്ചാൽ, ടർണർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം അവസാനത്തെ 3 മൊഡ്യൂൾ 45 മാർക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ നമുക്ക് അത്രയും വെയിറ്റേജ് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് 10 മാർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ അവർ ഈ പറഞ്ഞ മെഷറിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, അതിനൊക്കെ ചെറിയ വെയിറ്റേജ് 5 മാർക്ക് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇത്തരത്തിൽ അതിന്റെ കോർ ഏരിയയിലേക്ക് വന്നപ്പോൾ അവർക്ക് മാർക്ക് കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഫൈൻ.
രണ്ടാമത്തെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ട്രേഡാണ് മെഷീനിസ്റ്റ് എന്ന് പറയുന്നത്. മെഷീനിസ്റ്റ് അല്ലെ, മെഷീനിസ്റ്റ്. അപ്പൊ മെഷീനിസ്റ്റ് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടെ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് തന്നെയാണ് മെഷീനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എക്സാമിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് 2017 തന്നെയായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ, ടർണർ അല്ല, മെഷീനിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ മെഷീനിസ്റ്റും എക്സാം വന്നത്. അപ്പോൾ അത് വിത്ത് എഫക്ട് 29/4/2021 ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 34 പേരുടെ ലിസ്റ്റ് ആയിരുന്നു. വളരെ ചെറിയ ലിസ്റ്റാണ്, മെയിൻ ലിസ്റ്റാണ് ഇട്ടത്. കട്ട് ഓഫ് വന്നിട്ട് 68.67 ആണ്. സോ നമ്പർ ഓഫ് ടോട്ടൽ അഡ്വൈസ് നോക്കി കഴിഞ്ഞാൽ 31 ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അല്ലെ. അപ്പോൾ വളരെ 68.67 എന്ന് പറയുന്നത് ഏകദേശം നല്ല മാർക്ക് തന്നെയായിരുന്നു അന്ന്. അപ്പോൾ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്തരത്തിൽ മെഷീനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ അതിന്റെ ഒരു ഡീറ്റെയിൽസ്, സിലബസിന്റെ ഡീറ്റെയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന കേരള PSCയുടെ തന്നെ മെഷീനിസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടും മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ അവർ കൊടുത്തത് ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, 10 മാർക്കാണ് അവർ കൊടുത്തത്. 10 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിന് അവർ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ടൈപ്സ് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി സയൻസ്, ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെന്റ്സ് PPEs, അതിന്റെ അതുപോലെ തന്നെ ഫയർ എന്ന് പറയുന്ന ടോപ്പിക്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ 5S കോൺസെപ്റ്റ്, ദെൻ വേസ്റ്റ് മെറ്റീരിയൽ ഡിസ്പോസൽ, കളർ കോഡ്, ബിൻ ഉണ്ടാവും അല്ലെ, കളർ കോഡ്, ബിൻസിന്റെ കളർ കോഡ് എന്താണ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് മെത്തേഡ്സ് ഓഫ് മൂവിങ് ഹെവി എക്യൂപ്മെന്റ്സ്, അതായത് നമ്മുടെ ആ ഒരു എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സുകൾ, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ടു വർക്ക്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഐഡിയ നമുക്ക് വേണം. മൊഡ്യൂൾ 1 10 മാർക്ക്, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ള മാർക്കിംഗ് ടൂൾസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അത് കമ്പൈൻ ചെയ്തുകൊണ്ട് 10 മാർക്കിനുള്ള ഒരു മൊഡ്യൂളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് തന്നെ ലീനിയർ മെഷർമെന്റ്സ്, അതിനകത്ത് വരുന്ന സ്റ്റീൽ റൂള്, മാർക്കിംഗ് മീഡിയ, കാലിപ്പേഴ്സ്, ഡിവൈഡേഴ്സ്, പഞ്ചസ്, സ്ക്രൈബർ, അതുപോലെ തന്നെ ഹാമർ, മാർക്കിംഗ് ഓഫ് ടേബിൾ, സർഫസ് പ്ലേറ്റ്, വൈസ്, ആംഗിൾ പ്ലേറ്റ്, ട്രൈ സ്ക്വയർ, കോമ്പിനേഷൻ സെറ്റ്, മാർക്കിംഗ് ബ്ലോക്ക്, പാരലൽ ബ്ലോക്സ്. അപ്പൊ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള മാർക്കിംഗ്, അതുപോലെ തന്നെ മാർക്കിംഗ് ടൂൾസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളൊക്കെയാണ് ആ ഒരു മൊഡ്യൂളിനകത്ത് 10 മാർക്കിൽ വരുന്നുണ്ടാവുക. സോ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അതൊരു 10 മാർക്കിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ദെൻ മൈക്രോമീറ്റേഴ്സ്, അതുപോലെ തന്നെ വെർനിയർ കാലിപ്പേഴ്സ്, ദെൻ ഡയൽ ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ ഡോയൽ പ്രൊട്രാക്ടർ, അതുപോലെ ഗിയർ ടൂത്ത് കാലിപ്പേഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകളാണ് മെയിനായിട്ട് അവർ ആ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് 10 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ കൊടുത്തത്. നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്ന, മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പൊ അത് 8 മാർക്കിനാണ് അവർ കൊടുത്തത്. ഹാൻഡ് ടൂൾസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഹാക്സോ ഫ്രെയിം, ഹാക്സോ ബ്ലേഡ്, അതുപോലെ ഹാക്സോയുമായി ബന്ധപ്പെട്ടുള്ള, ദെൻ സോ സെറ്റിംഗ്സ്, ദെൻ ഫയൽസ്, മറ്റൊരു കട്ടിംഗ് ടൂളാണ് ഫയൽസ്, അതിന്റെ ടൈപ്പ്, യൂസ്, കട്ട്, ഗ്രേഡ്, സ്പെസിഫിക്കേഷൻ, ദെൻ കോൺവെക്സിറ്റി ഓഫ് ഫയൽസ്, പിന്നിങ് ഓഫ് ഫയൽസ്, അതുപോലെ തന്നെ ടാപ്പ് അല്ലെ, ഇന്റർണൽ ത്രെഡ് കട്ടിയുള്ള ടാപ്പ് ആൻഡ് ഡൈസ്, ഡൈനറ്റ്, ചിസൽ, റീമർ. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൊട്ട് മുന്നേ കണ്ട ടർണർ ആയിക്കോട്ടെ, അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ് ഈ പറയുന്ന 8 മാർക്കിന്റെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. സോ അത് വളരെ കോമൺ ആയിട്ടുള്ള കട്ടിംഗ് ടൂൾസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് ഡ്രില്ലിങ്, ലൂബ്രിക്കൻസ്, കട്ടിംഗ് ഫ്ലൂയിഡ്സ്, മെയിൻ്റനൻസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തപ്പോഴും അതിനകത്ത് നമ്മൾ കണ്ട ടോപ്പിക്കുകൾ തന്നെയാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ തൊട്ട് മുന്നേയും കണ്ടു അല്ലെ. ദെൻ അതിന്റെ ടൈപ്സ്, വേരിയസ് ഓപ്പറേഷൻ ഇൻ ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ്, ഡ്രില്ലിംഗ്, അല്ലെങ്കിൽ ദെൻ ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസ് അല്ലെ, ഡ്രില്ല് ഹോൾഡ് ചെയ്യാനുള്ള ഡിവൈസസ് എന്തൊക്കെയാണ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്, ടാപ്പ് ഡ്രിൽ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് ഇൻ ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഡ്രില്ലിംഗ് ഡിഫക്ട് ആൻഡ് കോസസ്. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഡ്രില്ലിംഗ് മെഷീന്, ഡ്രില്ല്, ടൈപ്സ് ഓഫ് ഡ്രില്ല്, then ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇന്റേണൽ ത്രെഡ് കട്ടിങ്ങുള്ള ടാപ്പിംഗ്, അതുപോലെ തന്നെ ടാപ്പ് ഡ്രിൽ സൈസ് കണ്ടുപിടിക്കണം. അതിനുശേഷം കട്ടിംഗ് പാരാമീറ്റേഴ്സിലേക്ക് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ അത് ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ടർണറിനും ഇതേപോലുള്ള ഒരു മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ കോമൺ ആയിട്ടാണ് ഇതും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. Then types of cutting fluid. അപ്പോൾ ലൂബ്രിക്കന്റ് കട്ടിംഗ് ഫ്ലൂയിഡിലേക്ക് വരുമ്പോൾ ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്,
അതിന്റെ പർപ്പസ്, ലൂബ്രിക്കൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെയാണ്, മെയിൻ്റനൻസ്, മെഷീൻ ടൂൾ ഇൻസ്പെക്ഷൻ. അതാണ് ആ ഒരു ഏരിയയിൽ നിന്നും വരുന്ന മറ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കോമൺ ആയിട്ട് വരുമ്പോൾ ടോട്ടലായിട്ട് 8 മാർക്സ് ആണ് അവിടെ വരുന്നത്. 8 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്, ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആറാമത്തെ മൊഡ്യൂൾ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, ലെയ്ത്ത് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പൊ അതും വെയിറ്റ് ചെയ്ത് നോക്കിയാൽ 12 മാർക്കാണ്. അപ്പൊ മെഷീനിസ്റ്റിനകത്തും ലെയ്ത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പൊ 12 മാർക്കാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ അവിടെ നോക്കുമ്പോൾ പാർട്സ് ആൻഡ് ഫംഗ്ഷന്, ടൈപ്സ് ഓഫ് ലെയ്ത്ത്, ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ, അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ്, ലെയ്ത്ത് ആക്സസറീസ്, അറ്റാച്ച്മെന്റ്സ്, ദെൻ അതിന്റെ കട്ടിംഗ് പാരാമീറ്റേഴ്സ് ലൈക്ക് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അതിന്റെ RPM, ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന ടൂള്, അതിന്റെ ആംഗിൾസ്, ദെൻ ഡ്രൈവിംഗ് മെക്കാനിസംസ്, ചിപ്പ് ബ്രേക്കർ, അതുപോലെ തന്നെ ടേപ്പർ ട്രെയിനിങ് മെത്തേഡ്സ്, ടേപ്പർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. അപ്പൊ നമ്മൾ 2 മൊഡ്യൂളായിട്ടാണ്. ഇപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് ടർണറിൽ പഠിച്ചു. അതിനുശേഷം 15 മാർക്കിന്റെ ഒരു മൊഡ്യൂള് നമ്മൾ ഓൾറെഡി കണ്ടു, ടേപ്പറും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. ടേപ്പറും അതുമായി ടൈപ്സ് ഓഫ് ടേപ്പർ കാൽക്കുലേഷൻസ്, ദെൻ ആംഗിൾ, സൈൻ ബാർ, സ്ലിപ്പ് ഗേജ്, ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് സൈൻ ബാർ, അതുപോലെ തന്നെ സ്ലിപ്പ് ഗേജസ്, സ്ക്രൂ ത്രെഡ് എലമെന്റ്സ് ഓൾറെഡി നമ്മൾ കണ്ടു, സ്ക്രൂ ത്രെഡ് എലമെന്റ്സ്, ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡ്, ഓരോ ടൈപ്പ് സ്ക്രൂ ത്രെഡുകൾ ഏതൊക്കെയാണ്, ലെയ്ത്ത് സെന്റേഴ്സ്, മാൻഡ്രിൽസ്, ത്രെഡ് കട്ടിംഗ്, സിംഗിൾ ആൻഡ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡുകൾ, സിമ്പിൾ ഗിയർ ട്രെയിൻ, ദെൻ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, ലെയ്ത്ത് ഡോഗ്സ്, ഡ്രൈവിംഗ് പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ്, റസ്റ്റ്, എക്സെട്ര. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ 3-4 മൊഡ്യൂളായിട്ട് ഡിഫറെന്റ് ആയിട്ട് ടെർണറിൽ പഠിച്ച സാധനം ഇവർ ഒറ്റ മൊഡ്യൂളിലാക്കി ഏകദേശം കുറച്ച് കോമ്പാക്ട് ആക്കി എന്നതാണ് മനസ്സിലായിട്ടുള്ളത്. ഒരു വെയിറ്റേജ് ആണെന്നുള്ളത് നമ്മൾ കാണും. അപ്പൊ ലെയ്ത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ടെർണർ ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ലെയ്ത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എക്സാമിനും, മിക്ക എക്സാമിനും മെയിൻ ആയിട്ട് വരുന്ന ഒരു മെഷീൻ തന്നെയാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. സോ മെഷീനിസ്റ്റിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു മെത്തേഡാണ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് മില്ലിംഗ് എന്ന് പറയുന്നത്. മില്ലിംഗ്. ഓക്കെ, അപ്പൊ മില്ലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ മില്ലിംഗ് മെഷീൻസ്, ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ മില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു മെഷീൻ തന്നെ 12 മാർക്ക്, ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ 12 മാർക്ക് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്ലാസിഫിക്കേഷന്, ദെൻ സ്പെസിഫിക്കേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിന്റെ പാർട്സ്, അതിന്റെ ഫംഗ്ഷന്. സോ ആ മില്ലിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ മെഷീൻ ഡീറ്റെയിൽസ് പഠിക്കുന്നു. അതിനുശേഷം മില്ലിംഗ് കട്ടേഴ്സ്, അതിന്റെ നോമൻക്ലേച്ചർ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഡിഫറെന്റ് മില്ലിംഗ് ഓപ്പറേഷൻസ്, അതിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ്, ദെൻ സ്ട്രാഡിൽ മില്ലിംഗ്, ഗ്യാങ് മില്ലിംഗ്. ഓക്കെ, അതൊക്കെ ടൈപ്സ് ഓഫ് മില്ലിംഗുമായി ബന്ധപ്പെട്ടാണ്. കട്ടിംഗ് ടൂള്, ഫീഡ്, അതുപോലെ തന്നെ മെഷീനിങ് ടൈം കാൽക്കുലേഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഡിവൈഡിംഗ് ഹെഡ് ടൈപ്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻഡെക്സിംഗ് കാൽക്കുലേഷന്, ദെൻ ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ആൻഡ് യൂസസ് അല്ലെ, ഇത്തരത്തില് ഏതൊക്കെ തരത്തിലുള്ള ഗിയറുകളുണ്ട്, അതിന്റെ യൂസസ്, എലമെന്റ് ഓഫ് സ്പർ ഗിയർ പഠിക്കണം. അപ്പൊ ഇവിടെ ഗിയർ എന്ന് പറയുന്ന ടോപ്പിക്കും ഇതിനകത്ത് വന്നു അല്ലെ. നമ്മൾ സാധാരണ മില്ലിംഗിൽ ഗിയർ കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സിംഗ് കാൽക്കുലേഷൻസ്, ടൈപ്സ് ഓഫ് ഗിയർ, എലമെന്റ് ഓഫ് സ്പർ ഗിയർ, ദെൻ സ്പർ ഗിയർ കാൽക്കുലേഷൻ, സെലക്ഷൻ ഓഫ് ഗിയർ കട്ടേഴ്സ്, ഹെലിക്സ് ആൻഡ് സ്പൈറൽ എലമെന്റ്സ്, ആപ്ലിക്കേഷൻ, ഹെലിക്സ്, സ്പൈറൽ, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹെലിക്സ് ആൻഡ് സ്പൈറൽ, ദെൻ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഗിയർ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട്, ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദെൻ അതുപോലെ തന്നെ റാക്ക് എലമെന്റ്സ്. ഓക്കെ, ഗിയറിനകത്ത് തന്നെ റാക്ക് ആൻഡ് പിനിയനകത്ത് റാക്ക് എലമെന്റ്സ്, ആപ്ലിക്കേഷന്, ക്യാം ടൈപ്സ്, ഇത്തരത്തില് ക്യാം, അതിന്റെ ടൈപ്സ്, ആപ്ലിക്കേഷൻ അല്ലെ. ക്യാംസ് അറിയാലോ, ക്യാംസ്, അതുപോലെ തന്നെ ക്യാം, അതിന്റെ ടൈപ്പ്, അതിന്റെ ആപ്ലിക്കേഷൻസ്. ദെൻ ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ്, നമ്മൾ അതായത് നമ്മളുടെ മില്ലിങ്ങിനകത്ത് നമ്മൾ മില്ലിംഗ് ഫിക്സ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ജിഗ്സ് നമ്മൾ ഡ്രില്ലിങ്ങിനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പൊ അത്തരത്തില് ജിഗ്സും ഫിക്സ്റ്റേഴ്സും, അതുപോലെ തന്നെ ഗേജസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, പർപ്പസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേജസ്. അപ്പോൾ ഇത്തരത്തില് മില്ലിങ്ങുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ കൂടുതൽ നമ്മൾ കണ്ടത്. സോ അത് 12 മാർക്കിനാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നമ്മൾ മെഷീനിസ്റ്റ് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെയ്ത്ത്, അതുപോലെ തന്നെ മില്ലിംഗ് മെഷീന്, ദെൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ അടുത്ത മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ആണ്. ഓക്കെ, ഗ്രൈൻഡിങ് ആണ്. സോ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് 10 മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. 10 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ. ഓക്കെ, മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ, അതിന്റെ പാർട്സ്, ദെൻ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ടൈപ്സ്, ഡിഫറെന്റ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രൈൻഡിങ് വീല്. അപ്പൊ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡിങ് മെഷീൻ, അതിന്റെ ടൈപ്സ്, ഗ്രൈൻഡിങ് വീല്, അബ്രസീവ്, ടൈപ്സ് ഓഫ് അബ്രസീവ്, ബോണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം, നമ്മൾ ആ ഒരു ഗ്രൈൻഡിങ് വീല് മാർക്കിംഗ് സിസ്റ്റം, അതിന്റെ സ്റ്റാൻഡേർഡ്, ദെൻ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഗ്ലേസിംഗ് ആയിക്കോട്ടെ,
ലോഡിങ് ആയിക്കോട്ടെ, then അവിടെ നമ്മൾ ട്രൂയിങ് ചെയ്യാറുണ്ട്, ഡ്രസ്സിങ് ചെയ്യാറുണ്ട്, അതൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, cutting speed, feed, depth of cut, then shape of grinding wheel and application, selection of grinding wheels, wheel balancing എന്താണെന്ന് പഠിക്കണം, then wet grinding ഉണ്ട്, dry grinding ഉണ്ട്. അത് നമ്മൾ കൂളന്റ് യൂസ് ചെയ്യുന്നതനുസരിച്ച് യൂസ് ചെയ്യുന്നെങ്കിൽ വെറ്റ് അല്ലെങ്കിൽ ഡ്രൈ എന്നുള്ള സ്കീമാണ്. then tool and cutter grinding attachment and their uses, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ, then അതിന്റെ അറ്റാച്ച്മെന്റ്, അതുപോലെ അതിന്റെ യൂസസ്. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന മെഷീനുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലെയ്ത്ത്, അതുപോലെ തന്നെ നമ്മളുടെ മില്ലിംഗ് മെഷീന്, ഗ്രൈൻഡിങ് മെഷീന്, അപ്പൊ അത് നമ്മൾ ഇതിലെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഒരു സിലബസ്, അതായത് നമ്മുടെ ആ ഒരു മിനി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം നമുക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, ഫൈൻ. ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത്, സെക്കൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ, 9ാമത്തെ മൊഡ്യൂൾ വരുന്നത് CNC ടേണിംഗ് ആണ്. CNC ടേണിംഗ്. ഓക്കെ, നമ്മൾ ലെയ്ത്തിൽ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ പഠിച്ച CNC അത് തന്നെയാണ് ഇവിടെ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കൂടുതലും. അപ്പൊ ഇവിടെ ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ് CNC ടേണിംഗ് ആണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂൾ CNC മില്ലിംഗും വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഒരു സിലബസ് നമ്മൾ കാണുന്നത്. അപ്പോൾ 9ാമത്തെ മൊഡ്യൂളായിട്ട് CNC ടേണിംഗ് അവർ കൊടുത്തു. അതിനകത്ത് CNC ടേണിംഗ് സെന്റേഴ്സ്, CNC ടെക്നോളജി, CNC ലേത്ത് മെഷീൻസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കൽ കൺട്രോൾ കോർഡിനേറ്റ് സിസ്റ്റം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബെഡ്, ചക്ക്, ടെയിൽ സ്റ്റോക്ക്, ടറക്ട്, സ്പിൻഡിൽ ഡ്രൈവ്, ATC അതുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്ക് എൻകോഡേഴ്സ്, ദെൻ ISO, G കോഡ്സ്, M കോഡ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് ഇൻ CNC ടേണിംഗ്, കട്ടിംഗ് ടൂളുകളുടെ പ്രത്യേകത എന്താണ്, അപ്പോൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്, അതുപോലെ അതിന്റെ നമ്മുടെ ആ ഒരു പ്രോഗ്രാം എൻട്രിങ്ങും അതുപോലെ തന്നെ എഡിറ്റിംഗും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇലക്ട്രോണിക്സ് പോർഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള കോഡ്സുകൾ, ഫൈൻ ആൻഡ് അലാറം കോഡ്സുകൾ, അതുപോലെ തന്നെ മീനിങ് ഓഫ് ദോസ് കോഡ്സുകൾ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. അപ്പൊ അതൊക്കെ നമ്മൾ ലെയ്ത്തുമായി ബന്ധപ്പെട്ട്, അതായത് CNC ലെയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് അത് 9ാമത്തെ മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഇതേ മൊഡ്യൂൾ തന്നെയാണ് ഏകദേശം നമുക്ക് ടേർണറിലും അവസാനമായിട്ട് നമുക്ക് CNC പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അത് കോമൺ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ CNC മില്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ്. CNC മില്ലിങ്ങുമായി ബന്ധപ്പെട്ട് വെർട്ടിക്കൽ മെഷീൻ സെന്റേഴ്സ്, അതായത് VMC വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ സെന്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ VMC എലമെന്റ്സ്, അതിന്റെ ഫംഗ്ഷൻസ്, ദെൻ മെഷീനിങ് ഓപ്പറേഷൻസ് ആൻഡ് ലെയ്ത്ത് ടൂൾ പാത്തുകൾ, അതുപോലെ തന്നെ പ്രോഗ്രാം സീക്വൻസ് ആൻഡ് കോഡ്സ് ലൈക്ക് G കോഡ്സ്, M കോഡ്സ്, മില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ യൂസ് ചെയ്യുന്ന മില്ലിംഗ് കട്ടർ, അതിന്റെ ടൂൾ ജോമെട്രി, അവിടെ ടൂൾ വെയർ, ടൂൾ ലൈഫ്, അതുപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് വെർട്ടിക്കൽ മില്ലിംഗ് സെന്റേഴ്സ്, അതിന്റെ മെഷീനിങ് ഓപ്പറേഷൻ മോഡ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ടൂൾ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഫസ്റ്റ് പാർട്ട്, അതുപോലെ തന്നെ ഇഫക്റ്റ് ഓഫ് സഡൻ മെഷീൻ സ്റ്റോപ്പേജ് ഡ്യൂ ടു പവർ ഷട്ട് ഡൗൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്രോഗ്രാം ട്രാൻസ്ഫർ, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കോൺസ്റ്റന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ CNCയുമായി ബന്ധപ്പെട്ട് മില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് CNC മില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ 10ാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എന്താണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 10 മൊഡ്യൂൾ നമ്മൾ രണ്ടിന്റെയും, അതായത് ടർണറിന്റെയും മെഷീനിസ്റ്റിന്റെയും നമ്മൾ മൊഡ്യൂൾസുകൾ നമ്മൾ ഏകദേശം നമ്മൾ ഒന്ന് മനസ്സിലാക്കി, എങ്ങനെയൊക്കെയാണ് ഓരോ മൊഡ്യൂളും, എന്തൊക്കെ ടോപ്പിക്കുകളാണ് സാധാരണഗതിയിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഈ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2 സിലബസ് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കോമൺ ആയിട്ട് കുറേ അധികം ടോപ്പിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മറ്റ് എക്സാമിനും കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള ടോപ്പിക്കുകൾ അതിനകത്തും കാണാൻ സാധിക്കും. അത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ ആദ്യം ടർണർ നമുക്കൊരു ബേസിക് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ടർണർ നമ്മൾ എടുത്തു. ടർണറിനകത്ത് ഇപ്പോൾ 10 മൊഡ്യൂൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ മെഷീനിസ്റ്റിലേക്ക് വരുമ്പോൾ കോമൺ ആയിട്ട് കുറേ അധികം ടോപ്പിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ടർണറിൽ മാർക്കിംഗ് ടൂൾസ് പഠിച്ചു, കട്ടിംഗ് ടൂൾസ് പഠിച്ചു, ലെയ്ത്ത് പഠിച്ചു, അതുപോലെ തന്നെ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡ്രില്ലിംഗ് മെഷീൻസ്, ലൂബ്രിക്കൻസ്, അതുപോലെ തന്നെ 7ാമത്തെ മൊഡ്യൂളിൽ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, ടേപ്പർ ടേണിംഗ് മെത്തേഡ്സും, ഫാസ്റ്റനേഴ്സ്, അതുപോലെ തന്നെ ഗിയർ ട്രെയിന്, ലാസ്റ്റ് CNC ടേണിംഗ്. അപ്പൊ ഇത്രയും പോർഷൻസ് നമുക്ക് ഇപ്പം നമ്മൾ ടർണർ എന്ന് പറയുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ മെഷീനിസ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ മെഷീനിസ്റ്റിന്റെ സിലബസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നോക്കി 2ാമത്തെ മൊഡ്യൂൾ കോമൺ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അത് മാർക്കിംഗ് ടൂൾസ് കോമൺ ആണ്. 3ാമത്തെ മൊഡ്യൂൾ പ്രിസിഷൻ ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് കോമൺ ആണ്. 4ാമത്തെ മൊഡ്യൂൾ മെഷീനിസ്റ്റിനകത്ത് ഹാൻഡ് ടൂൾസ് കോമൺ ആണ്. 5ാമത്തെ മൊഡ്യൂൾ ഡ്രില്ലിംഗ്, ലൂബ്രിക്കൻസ്, കട്ടിംഗ് ഫ്ലൂയിഡ്സ് കോമൺ ആണ്. 6ാമത്തെ മൊഡ്യൂൾ ലെയ്ത്ത് കോമൺ ആണ്. ഓക്കെ, 9ാമത്തെ മൊഡ്യൂൾ CNC ടേണിംഗും കോമൺ ആണ്. എന്നാൽ ബാക്കി വരുന്ന എത്രയാണ് 4 മൊഡ്യൂളുകൾ. ഒന്നാമത്തെ നോക്കി ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് 1ാമത്തെ മൊഡ്യൂൾ ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്.
സോ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ട 3 മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3 മൊഡ്യൂളാണ്. മില്ലിംഗ് ഉണ്ട്, ഗ്രൈൻഡിംഗ് ഉണ്ട്, CNC മില്ലിംഗ് ഉണ്ട്. അപ്പൊ ഇത് 3ഉം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടർണറും മെഷീനിസ്റ്റും എക്സാമും ഒരേപോലെ മുന്നോട്ട് പോകാൻ പറ്റും എന്നതാണ് എന്റെ പ്രത്യേകത. അപ്പോൾ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ചെറിയ ചെറിയ വ്യത്യാസം 1-2 ടൂളുകൾ അങ്ങോട്ട് ചിലപ്പോൾ കൂടും, ഇങ്ങോട്ട് ചിലപ്പോൾ കുറയും. എങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു കോമൺ ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ 2 സിലബസുകൾ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൈൻഡിങ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പം അതിനകത്ത് വലിയ ഇഷ്യൂസ് അതിനകത്ത് വരുന്നില്ല. അപ്പൊ മില്ലിംഗ്, കൺവെൻഷണൽ മില്ലിംഗിലേക്ക് വരുമ്പോൾ അതിനകത്തും വലിയ ഇഷ്യൂസ് വരുന്നില്ല. എന്നാൽ CNC മില്ലിംഗിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒന്ന് ഫോക്കസ് ചെയ്ത്, CNC മില്ലിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂൾ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ CNC ടേണിംഗ് ആയിക്കോട്ടെ, CNC മില്ലിംഗ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ച്, ലെയ്ത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. വളരെയധികം ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരാറുണ്ട്. ഓക്കെ, ഡ്രില്ലിംഗ് വളരെയധികം ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വളരെ നന്നായിട്ട് പഠിച്ച് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ടർണർ എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് 2 മെഷീനിസ്റ്റ് നമുക്ക് എന്താണ് ഈസി ആയിട്ട് അത് കമ്പൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ട്രേഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ മെഷീനിസ്റ്റിന്റെ ആ ഒരു മൊഡ്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം 10 നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഓരോന്നിനും 10 മാർക്കാണ്. അപ്പോൾ 100 മാർക്കായിട്ട് തന്നെ നമുക്കത് ഇത്തരത്തിൽ നമുക്ക് ടോട്ടൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാകും. എന്നാൽ ടർണറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏകദേശം എന്താണ് വെയിറ്റേജ് മാർക്ക് ഓൾറെഡി നമ്മൾ കണ്ടു. ഏകദേശം 60% നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം 60% കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഏകദേശം 60%ഓളം കോമൺ ആണ്. ബാക്കി ഒരു 2, 3, 4 മൊഡ്യൂളുകൾ മാത്രമേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ടുള്ളത്. സോ അത് ഒന്ന് ഫോക്കസ് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുകൾ നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 2 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇത്തരത്തിൽ ആ 2 സിലബസിന്റെ അല്ലെങ്കിൽ 2 എക്സാംസിന്റെയും സിലബസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഓരോ മൊഡ്യൂളുകളും ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ അതിന്റെ ആ ഒരു വെയിറ്റേജ് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു, വെയിറ്റേജ് നമ്മൾ കൊടുത്തു, ഏതൊക്കെ ടോപ്പിക്സുകളാണ് വെയിറ്റേജ് കൂടുതലുള്ളത്. അപ്പൊ ലെയ്ത്ത് അല്ലെങ്കിൽ മില്ലിംഗ് മെഷീൻ, അല്ലെങ്കിൽ CNC ലെയ്ത്ത്, CNC മില്ലിംഗ്, ഒക്കെ അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ മെഷീൻസുമായി ബന്ധപ്പെട്ട് ഗ്രൈൻഡിങ് മെഷീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻസ്, ഡ്രില്ല്, ടൈപ്സ് ഓഫ് ഡ്രില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ത്രെഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. സോ ത്രെഡ് ഫോംസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ കാൽക്കുലേഷൻസ്, ഗിയർ ഡ്രൈവ് അല്ലെങ്കിൽ ഗിയർ ട്രെയിൻ രണ്ടിലും കണ്ടു നമ്മൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കുറെ ടോപ്പിക്സുകളുണ്ട്. സോ അതൊക്കെ വളരെയധികം വെയിറ്റേജ് കൂടുതലുള്ളതാണ്, അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, നമ്മളുടെ ക്ലാസ്സസ് ആയിക്കോട്ടെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനകത്ത് നിന്നും വളരെയധികം ടോപ്പിക്സ് നമുക്ക് ഇത്തരത്തിൽ വേണ്ടുന്ന പോർഷൻസ് കൃത്യമായിട്ട് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നുണ്ടാകും. അപ്പൊ ആ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ മോർ ദാൻ ഇനഫ് ആണ് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സോ അതിനുശേഷം നമ്മുടേതായിട്ട് തന്നെ ഉള്ളൊരു ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാര്യം നമ്മൾ അധികം സമയമില്ല. ഈ പറഞ്ഞ നെക്സ്റ്റ് സെപ്റ്റംബറിലൊക്കെ എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാക്സിമം ഒരു 9 മാസം വരെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 6 മന്ത്സിന്റെ ഒരു ഗ്യാപ്പ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയാകും. അപ്പോൾ 6 മന്ത്സിനുള്ളിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തുകൊണ്ട് ബാക്കി 3 മന്ത്സ് എന്ന് പറയുന്നത് റിവിഷനിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാര്യം ഓൾറെഡി നമ്മളെല്ലാം ഇപ്പൊ ഇത്തരത്തിലും ഓൾറെഡി എനിക്ക് തോന്നുന്നു മറ്റ് എക്സാംസിന്, അതായത് നമ്മൾ ട്രെയിൻ സ്പാൻ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഓൾറെഡി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അത് ഇത്തരത്തിൽ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, അല്ലെങ്കിൽ ഇത്തരത്തിൽ MCQs, മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മുടെ ആപ്പിനകത്തുള്ള ടെസ്റ്റ് സീരീസുകൾ, നമ്മുടെ ആപ്പിനകത്ത് മൊഡ്യൂൾ വൈസ് ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാകും. ആ മൊഡ്യൂൾ വൈസ് ഉള്ള ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അത് വീണ്ടും നമ്മൾ ചെയ്യുക അല്ലെ. ഈ പറഞ്ഞ ഓരോ ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓരോ ആഴ്ചയും വീക്ക്ലി ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം
മാക്സിമം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ നമ്മുടെ ടെസ്റ്റ് സീരീസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. സോ അതിലൂടെ നമുക്ക് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അത്തരത്തിലാണ് നമ്മൾ ഓരോ മോഡ്യൂൾസുകളും നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എക്സാംസിനെ നമുക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫൈൻ. സോ ഇതൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ മോഡ്യൂൾസുകൾ പഠിച്ചു, അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിനകത്തുള്ള ടോപ്പിക്സുകൾ പഠിച്ചു. ഇനി നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്നുള്ളത് കൃത്യ ഐഡിയ വേണം. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് നിമി ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീനിസ്റ്റിന്റെയും ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടെർണറിന്റെയും NSQF ലെവൽ 5 തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ട്രേഡ് തിയറി അവൈലബിൾ ആണ്. ട്രേഡ് തിയറി ഉണ്ട്, അതുപോലെ ട്രേഡ് പ്രാക്ടിക്കലും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ട്രേഡ് തിയറി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് മെഷീനിസ്റ്റിന്റെ ആയിക്കോട്ടെ ടർണറിന്റെ ആയിക്കോട്ടെ, ഇത് രണ്ടും നിങ്ങൾക്ക് ബാർ സ്കിൽസിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതല്ല, കുറച്ചുകൂടെ നമുക്ക് ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ട് മെഷീനിസ്റ്റിൻ്റെത് നമുക്ക് ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ഒക്കെ അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. സോ ഓദർ GS സേത്തി അതുപോലെ തന്നെ ബൽബീർ സിംഗിന്റെ ബുക്കുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ടർണർ ട്രേഡിലേക്ക് വരുമ്പോഴും ഇത്തരത്തില് ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ബുക്കുകൾ GS സേത്തിയുടെ ബുക്ക് അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് ഈ ഒരു നിമിയുടെ ഒപ്പം നിങ്ങൾക്ക് എന്താണ് റെഫറൻസിന് വേണ്ടിയിട്ട് ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. ഈ മറ്റ് വെബ്സൈറ്റുകൾ, അതായത് നിങ്ങൾക്ക് MCQs ഒക്കെ നമുക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നിരവധി സൈറ്റുകളുണ്ട്. ഒന്ന് രണ്ട് അല്ലെങ്കിൽ കുറച്ച് സൈറ്റുകൾ ഇതൊക്കെയാണ്. ദാറ്റ് ഈസ് textbook.com ഉണ്ട്, അതുപോലെ തന്നെ എക്സാം വേദ, അതുപോലെ തന്നെ sanfoundry.com, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ സൈറ്റുകളാണ്. ദെൻ ബൈജൂസ് പെയ്ഡ് ആണ്, എങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡേറ്റാസ് ഒക്കെ അതിനകത്ത് കിട്ടും. ദെൻ bharatskills.gov.in നമുക്ക് അത്യാവശ്യം ബുക്സുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ objectivebooks.com നിന്നും നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് MCQs ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സൈറ്റുകൾ, അല്ലെങ്കിൽ ഇത് മാത്രമല്ല നിരവധി സൈറ്റുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന എന്താണ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം MCQs നിങ്ങൾക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസ്, ഫോർ എക്സാമ്പിൾ ISROയുടെ ഒക്കെ മെഷീനിസ്റ്റ് അല്ലെങ്കിൽ ഫിറ്റ് അല്ലെങ്കിൽ അത്തരത്തില് ടെർണർ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോട് നിങ്ങൾ കളക്ട് ചെയ്യുക. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ലെവൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം സംവാട്ട് സിമിലർ ടു ദാറ്റ് ഈസ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവരും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഫൈൻ. സോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനകത്ത് ഉദ്ദേശിച്ചിരുന്ന കാര്യം. നമ്മൾ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ടെർണർ അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നിന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ രണ്ട് എക്സാമും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്, ഏതൊക്കെ മോഡ്യൂൾസുകൾ സിമിലർ ആയിട്ടുണ്ട്, എന്തൊക്കെ ടോപ്പിക്കുകൾ കോമൺ ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് സംവാട്ട് ഏകദേശം ഒരു 60% കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ടെർണർ നമ്മൾ ഫുള്ള് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 60% നമ്മൾ എന്താണ് മെഷീനിസ്റ്റിനകത്തുള്ള ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ നേരത്തെ കണ്ട ഗ്രൈൻഡിങ് മെഷീനും അല്ലെങ്കിൽ മില്ലിംഗ് മെഷീനും അല്ലെങ്കിൽ CNC മില്ലിങ്ങും അല്ലെങ്കിൽ CNC ടേണിങ്ങും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഒരു മെഷീനിസ്റ്റിനുള്ള എക്സാമിനും ഫുള്ളി പ്രിപ്പയർഡ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്.